പിന്നെ അദ്ദേഹം സാമുദായികത ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക്, നിലവാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ പോലീസ് എങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? പോലീസിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ ഉന്നയിക്കുന്നതൊന്നും ഞങ്ങളാരും എതിരല്ലല്ലോ. പക്ഷേ അടച്ചാക്ഷേപിച്ചാൽ വസ്തുതയില്ല എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? നമ്മുടെ നിലമ്പൂരിൻ്റെ അനുഭവം എന്താ? വയനാട് ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ നാടാകെ ഒന്നു ചേർന്നാണ് ആ ദുരന്തത്തിനിരയായവരെ സഹായിക്കാൻ തയ്യാറായത്. ഈ പോലീസ് അതിൻ്റെ മുന്നിലുണ്ടായിരുന്നല്ലോ. പോലീസിനെ എന്താ ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുക? അപ്പോൾ അടച്ചാക്ഷേപിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അതിനെ സാമുദായികവൽക്കരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം ഇവിടെ അല്ലേ, മലപ്പുറത്തല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കള്ളക്കടത്ത് പിടിച്ചാൽ ഇവിടെ അല്ലേ രജിസ്റ്റർ ചെയ്യുക? അതിനി ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അതിൽ ഉന്നയിക്കേണ്ട കാര്യം. കള്ളക്കടത്ത് ആയി വന്ന സ്വർണം ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് പോലെ പോലീസ് എടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഭാഗം പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ, കണ്ടെത്തിക്കോട്ടെ, നടപടി സ്വീകരിച്ചോട്ടെ. പക്ഷേ കള്ളക്കടത്ത് ആര് നടത്തി, എന്തിന് എന്ന അന്വേഷണത്തിലേക്ക് സ്വാഭാവികമായിട്ടും പോലീസ് പോണ്ടേ? ആ കാര്യങ്ങളല്ലേ പോകുന്നത്. അതിനെ ഒരു തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ്? അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യങ്ങൾ വളരെ പ്രകടമാണ്. ഈ പറഞ്ഞ ദുർബലമായ കാര്യങ്ങളിൽ, അദ്ദേഹം ഉന്നയിക്കുന്ന ദുർബലമായ കാര്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചില സംഗതികൾ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു കാര്യം, ഇനി മലയോര മേഖലയുടെ ആകെ രക്ഷകനായി അദ്ദേഹം ഇപ്പോൾ അവതരിക്കും. ആ നിലയിൽ അതാണല്ലോ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് എന്ന നിലയ്ക്ക് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നതിനിടയിൽ, അങ്ങനെയൊക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് വിരോധമല്ല. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാനും പാർട്ടി രൂപീകരിക്കാനും അദ്ദേഹം പറഞ്ഞ പോലെ ഏത് പാർട്ടിയിൽ പോകാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിന് ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ പാടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി, ഈ ജില്ലയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, എതിരാളികൾക്ക് പോലും തർക്കമില്ലല്ലോ. ഒരു അധ്യാപകനായിരുന്നു, ഒരു പ്രധാന അധ്യാപകനായിരുന്നു. ബഹുമാനായ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ, വളരെയേറെ പ്രായം ചെന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? വിമർശനം ഉന്നയിച്ചാൽ അങ്ങനെ അധിക്ഷേപിക്കുക എന്നതാണോ നിലപാട്? അങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പുറപ്പെട്ടാൽ എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റും? കുടുംബത്തെ സംബന്ധിച്ച്, കുടുംബത്തിലെ ആളുകളെ സംബന്ധിച്ച് എല്ലാം എന്തെല്ലാം പറയാൻ പറ്റും? അങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടോ? അപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അധിക്ഷേപങ്ങളിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആലോചിച്ചൊരു കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം, അദ്ദേഹം എന്ത് ആക്ഷേപം ഉന്നയിച്ചാലും അതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം നിലമ്പൂരിൽ തന്നെ ഒരു യോഗം സംഘടിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ നേതാക്കന്മാർ കൂടി പങ്കെടുത്തുകൊണ്ട് വിശദീകരണം സംഘടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. അത് ഈ 7-ാം തീയതി വൈകുന്നേരം അതേ സ്ഥലത്ത് തന്നെ ചന്തക്കുന്നിൽ വെച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.